നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. വളരെ വിചിത്രമായ ഒരു പേരാണ്. അരുൺ വൈകിയാണ് കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം എല്ലാം നിർവഹിച്ചിരിക്കുന്നത്. ഗോളം ഫെയിം രഞ്ജിത്ത് സജീവാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രഞ്ജിത്ത് സജീവിനോടൊപ്പം ജോണി ആന്റണി മുഴുനീള കഥാപാത്രമായിട്ടുണ്ട്. ഇന്ദ്രൻസ് ഉണ്ട്, പിന്നെ മനോജ് കെ ഉണ്ട്, മഞ്ജു പിള്ളയുണ്ട്, മനോജ് കെ ജയനുണ്ട്, പിന്നെ അൽഫോൻസ് പുത്രനുണ്ട്, റോണി ഡേവിഡ് രാജുണ്ട് എന്ന് വേണ്ട നമ്മളറിയുന്ന ഒരു പറ്റം താരങ്ങളെല്ലാം ഉണ്ട്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ സിനിമ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഒരു വീട്ടിൽ 1-2 ആളുകളെങ്കിലും വിദേശത്താണ്. അതാണ് ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ വീടുകളെല്ലാം ഒരു 10 വർഷം കഴിയുമ്പോൾ അടച്ചിടേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ആരും ഉണ്ടാവില്ല എന്നാണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പരിധി വരെ സത്യമാണ് തന്നെ. അത് എന്തുകൊണ്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത്. ചീഫ് മിനിസ്റ്ററായിട്ട് എത്തുന്നത് മനോജ് കെ ജയനാണ്. ഇതിനകത്ത് നായകൻ ചീഫ് മിനിസ്റ്ററിനെ കാണാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ചിലപ്പോൾ ലാർജർ ദാൻ ലൈഫ് അല്ലെങ്കിൽ നടക്കുമെന്ന് തോന്നുന്ന കാര്യമായിരിക്കാം. എങ്കിലും സിനിമയായിട്ട് കാണുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നായകന്റെ കുറെ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാനായിട്ട് നായകൻ നടത്തുന്ന കുറെ ശ്രമങ്ങളുണ്ട്, ചില ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം. അതൊക്കെ വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതൊന്നും ഒരു ലോജിക്ക് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയില്ല. മൊത്തത്തിൽ സിനിമ നല്ല രസമുള്ള ഒരു നല്ല രസമായിട്ട് നല്ല ഫ്ലോയിൽ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പെർഫോമൻസസ് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഒരു പെർഫോമൻസ് ഉണ്ട്. അവരുടെ ആക്ടിങ് കിടിലമെന്നല്ലാണ്ട് അവരുടെ ആക്ടിങ്, അവരുടെ പേര് എനിക്കറിയില്ല, പക്ഷെ കിടിലമായിരുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ്. സൂപ്പർ എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരാൾ വന്ന് ആ കഥ പറയുന്ന പോലെയാണ് ആ കുട്ടിയെ അവതരിപ്പിച്ചത്. ഇങ്ങനെ അഭിനയിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല, അത്ര ബ്രില്യൻ്റ് ആയിരുന്നു ആ പെർഫോമൻസ്. ദെൻ രഞ്ജിത്ത് സജീവ്, ഓഫ് കോഴ്സ് രഞ്ജിത്ത് സജീവിന്റെ പെർഫോമൻസ് എനിക്ക് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് രഞ്ജിത്ത് സജീവിന്റെ ആക്ടിങ് വളരെ ഇഷ്ടമാണ്. ഒരു ഡിഫറൻ്റ് ആണ് ബാക്കി നായകന്മാരുടെ എല്ലാം. കുറെ ഒരു യുണീക്ക് രീതിയുണ്ട്. ഗോളത്തിലാണെങ്കിലും സിദ്ദിഖിനോട് വേറൊരു സിനിമ ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഈ സിനിമകളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്. ഞാൻ പണ്ട് നമ്മുടെ അമിത് ചക്കാലക്കലിന്റെ കാര്യം പറഞ്ഞ പോലെ രഞ്ജിത്ത് സജീവിന്റെ സിനിമകളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് ഇതുവരെയുള്ള ഒരു 3-4 പടം കണ്ടതിൽ മനസ്സിലായത്. തീരെ ബോറായിട്ടൊരു സിനിമയായിട്ട് തോന്നില്ല. തീരെ ബോറായിട്ട് അല്ല, പുള്ളി നന്നായിട്ട് അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരു ഡിഫറൻറ്റ് സ്റ്റൈലാണ് പുള്ളിയുടെ. ഉണ്ണിമൂന്നിനൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തുടക്കത്തിൽ ഉണ്ണിയും ഗംഭീര ആക്ടറായി മാറി. അപ്പോൾ എനിക്ക് രഞ്ജിത്ത് സജീവിന്റെ പെർഫോമൻസും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് എടുത്തു പറഞ്ഞു തോന്നിയ പെർഫോമൻസ് ജോണി ആന്റണിയുടെ പെർഫോമൻസ് ആണ്. ജോണി ആന്റണി ഒരുമാതിരിപ്പെട്ട എല്ലാ ഇമോഷൻസിലൂടെയും നമ്മൾ കടത്തി വിട്ടു ഈ സിനിമയിൽ. നല്ല രസമായിരുന്നു. എസ്പെഷ്യലി പള്ളിയിൽ മകന്റെ റിസൾട്ട് കണ്ടിട്ട് പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അടിപൊളിയായിരുന്നു ആ സീന്. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആക്ട് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അസാധ്യ നടനായിട്ട് മാറിയെന്നല്ല, അസാധ്യ നടനാണ് തുടക്കത്തിൽ മുതലേ, പക്ഷെ അസാധ്യമായിട്ട് ആ സീനൊക്കെ പെർഫോം ചെയ്തു. എന്ന് വേണ്ട എല്ലാ സീനിലും ജോണി ആന്റണി ക്ലാസ്സായിട്ട് അഭിനയിച്ചു. മനോജ് കെ അത്യാവശ്യം നല്ല റോള് ഉണ്ടെന്ന് പറയാം. ഇന്ന് ഭയങ്കര ഗംഭീര പെർഫോമൻസ് നടത്താനുണ്ടായില്ല, ഓക്കെ ആയിരുന്നു. മഞ്ജു പിള്ളയ്ക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളാണ്. അൽഫോൻസ് പുത്രൻ ചെറിയ റോളിൽ കുറെ നാളുകൾക്ക് ശേഷം അൽഫോൻസ് പുത്രനെ കണ്ടു. നല്ല രസമായിരുന്നു. അൽഫോൻസ് പുത്രൻ ആ റോള് നല്ല കൺവിൻസിംഗ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. മനോജ് കെ ജയൻ ചീഫ് മിനിസ്റ്ററായിട്ട് അത്യാവശ്യം നല്ല റോളായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനോജ് കെ ജയൻ ആ റോള് കൈകാര്യം ചെയ്തു. പുള്ളിയുടെ സ്ഥിരം ആ ഒരു സ്റ്റൈലിഷ് ലുക്കൊക്കെ മാറി കുറച്ച് ആ ഒരു ടെംപ്ലേറ്റ് ഒക്കെ വിട്ടിട്ട് പുള്ളി ഒരു ഡിഫറെന്റ് സ്റ്റൈലിലൊക്കെ വന്ന സിനിമ നല്ല രസമായിട്ട് മനോജ് കെ ജയൻ ആ റോൾ ചെയ്തു എന്ന് എനിക്ക് തോന്നിയത്. റോണി ഡേവിഡ് രാജന് വളരെ രസകരമായ റോളാണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു റോളാണ്. നല്ല രസമായിട്ട് തന്നെ പുള്ളി ആ റോൾ ചെയ്തു. റോണി ഡേവിഡ് രാജ് ഏത് റോൾ ചെയ്താലും എനിക്ക് ഇഷ്ടമാണ്. അത് നല്ല കൺവിൻസിംഗ് ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യാൻ കാലിബറുള്ളൊരു നടനാണ് റോണി ഡേവിഡ് രാജ്. പിന്നെ നായകന്റെ കൂട്ടുകാരനായിട്ട് വന്ന ആളുടെ ആക്ടിങ്ങും കൊള്ളായിരുന്നു, നല്ല രസമാണ്. അത് പൊതുവെ ഞാൻ വിചാരിച്ചു ഇത് എന്റർടൈൻമെന്റ് കിഴിയെന്ന് പറഞ്ഞ ഒരു മൂവി റിവ്യൂ ചാനലിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത് വേറെ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പുള്ളിയുടെ ആക്ടിങ് നല്ല രസമായിരുന്നു. നവാഗതനായിട്ട് തോന്നിയില്ല, നല്ല രസമായിട്ട് കൂട്ടുകാരന്റെ റോള് പുള്ളി ചെയ്തു. ഓവറോൾ നോക്കുമ്പോൾ ഈ സിനിമ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന സിനിമയാണ്, കാണേണ്ട സിനിമയാണ്. കാരണം നമ്മൾ അറിയേണ്ട സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.